പഠിച്ചു തുടങ്ങിയല്ലോ. ഒന്നാം അധ്യായത്തിൽ നാം വിശേഷിച്ച് പല കാര്യങ്ങളെയും പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. നമ്മെ എന്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്, വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കേണ്ടതിന് ദൈവം നമ്മെ വിളിച്ചു എന്നുള്ളത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. മാത്രവുമല്ല നമ്മുടെ പ്രീ ഡെസ്റ്റിനേഷൻ നമ്മെ ക്രിസ്തുവിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ദൈവം മുന്നിൽ കണ്ടിരുന്നതായിട്ടും ദൈവം നമ്മെ ദത്തെടുത്തതായ അവസ്ഥകളും നാം പഠിച്ചു. മാത്രമല്ല ദൈവത്തിന്റെ മുൻകാലങ്ങളിൽ പലർക്കും ദൈവജനത്തിന് റിവീലാകാതിരുന്ന ഒരു മർമ്മം ഈ കാലത്തില് നമുക്ക് അറിവായി വന്നു. അത് മറ്റൊന്നുമല്ല, അത് നമ്മയും ക്രിസ്തുവിനോട് ഒന്നാക്കി തീർക്കുക, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം ക്രിസ്തുവിൽ ഒന്നായി തീർക്കുക എന്നൊരു വലിയ മർമ്മത്തിനെ നമുക്ക് മനസ്സിലാക്കി തന്നു. ആയതിലേക്ക് നമ്മെ ഓരോരുത്തരെയും കർത്താവ് നയിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രവുമല്ല നമ്മെ ഓരോരുത്തരെയും അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയായി ഒന്നുമില്ലാത്ത നമ്മെ പുകഴുവാനൊന്നുമില്ലാത്ത നമ്മെ പ്രശംസിപ്പാനൊന്നുമില്ലാത്ത നമ്മെ ഒരു മെറിറ്റും പറയാനില്ലാത്ത നമ്മെ കോപത്തിന്റെ മക്കളായിരുന്നു നമ്മെ കർത്താവ് തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയാകേണ്ടതിന് നമ്മെ ക്രിസ്തുവില് മുൻകണ്ടിരിക്കുന്നതിനാലും തന്റെ അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനെ നൽകി നമ്മെ മുദ്രയിട്ടിരിക്കുന്ന അവസ്ഥകളെ നമുക്ക് കഴിഞ്ഞ ആഴ്ച ചിന്തിക്കാൻ സാധിച്ചു. കർത്താവായ യേശു ക്രിസ്തു മാത്രമല്ല പൗലോസ് നമുക്ക് പ്രാർത്ഥന നാം ഇപ്പോൾ കേട്ടതുപോലെ പൗലോസ് ഓരോ വിശ്വാസികൾക്കും വേണ്ടി യഥാർത്ഥമായ ഒരു ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഇടവിടാതെ സ്തോത്രം ചെയ്ത് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്കും ഒരു പ്രാർത്ഥനയാകട്ടെ എന്ന് നാം ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നാം വളർന്നു വരുവാന്, നമ്മുടെ വിളിയാലുള്ള ആശയം അറിയേണ്ടതിന്, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നമ്മളിൽ സർവത്തിലുമുപരി നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വലിപ്പം അത് എന്തിനെല്ലാം പര്യാപ്തമാണെന്ന് നാം അറിയുകയാണെങ്കിൽ നമുക്ക് ഒരു വിടുതലായി തീരും, അനുഗ്രഹമായി തീരുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. മാത്രവുമല്ല അതേ ആത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തി സകല എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തിയ ദൈവശക്തിയാണ്. അതേ ദൈവശക്തി നമ്മിൽ പകർന്നിരിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന ആ ദൈവശക്തി നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. മാത്രവുമല്ല നമുക്ക് അങ്ങനെയുള്ള ഒരു കർത്താവ് യേശു ക്രിസ്തു ദൈവമാണ്, ദൈവത്തോട് സമത്വമുള്ള ഉള്ളവനായിരുന്നു. സകലവും അവനാലും അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഒരു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി നമുക്ക് വേണ്ടി ലോകത്തിൽ വന്നു എന്ന് നമുക്കറിയാം. മാത്രവുമല്ല ദൈവത്തോടുള്ള സമത്വം മുറുകെ പഠിക്കാതെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിച്ചപ്പോൾ തന്നെ കർത്താവ് ദൈവമോ കർത്താവിനെ ഉയർപ്പിച്ച് എല്ലാത്തിനും വീണ്ടും അധിപതിയാക്കി ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഇരുത്തിയിരിക്കുന്നു. ആർക്കാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വലിയ കർത്താവിനെ നാം ഓരോരുത്തർക്കും വേണ്ടി സഭയായ നമുക്ക് വേണ്ടി നൽകി തന്നിരിക്കുന്നു. സഭ എന്ന് പറയുന്നത് നിറയ്ക്കുന്നതിന്റെ നിറവാണെന്നും ആത്മാവിന്റെ പൂർണ്ണതയാണെന്നും സൗന്ദര്യത്തിന്റെ പൂർണ്ണതയാകണമെന്നും ഒക്കെ നമുക്ക് ഒന്നാം ലേഖനത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിച്ചു. അങ്ങനെയുള്ള ഒരു ക്രിസ്തുവിനെ നമുക്ക് തലയായി നൽകിയിരിക്കുന്നു. ഈ ഒരു കാര്യം നമ്മൾ നിറവേറുന്നതിന് വേണ്ടി എന്നാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. നമ്മുടെ അവസ്ഥ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എന്നാൽ നാം രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മുടെ യഥാർത്ഥമായ അവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രണ്ടാം അധ്യായം തുടങ്ങുന്നത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. നാം ഇപ്പോൾ വായിച്ചു, ക്രിസ്തുവിന്റെ സഭയാണ് എല്ലാത്തിനെയും നിറയ്ക്കുന്ന ദൈവത്തിന്റെ
നിറവായിരിക്കുന്ന സഭയായി നമ്മെ മാറ്റിയ ഒരു ചരിത്രമാണ്. എങ്ങനെയാണ് നാം പ്രകൃതിയാൽ കോപത്തിന്റെ ആയിരുന്ന നാം, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതിരുന്ന നാം എങ്ങനെയാണ് നിറയ്ക്കുന്നവന്റെ നിറവായ സഭയുടെ അംഗമായി, സഭയായി, ക്രിസ്തുവിന്റെ ശരീരമായി മാറപ്പെടുന്നത് എന്ന് ഉള്ളതാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്ന എഫേസ്യ ലേഖനം 2-ാം അധ്യായം. അതിൽ നാം നമുക്ക് പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ, നാം എങ്ങനെ പഴയ മനുഷ്യൻ എങ്ങനെ നാം നമ്മുടെ അവസ്ഥ കൊണ്ട്, നമ്മുടെ ഹെറിറ്റേജ് കൊണ്ട്, നമ്മുടെ സീഡ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കരു എന്താണെന്ന് ചോദിച്ചാൽ പാപത്തിന്റെ മക്കളാണ്, നമ്മെ ഒന്നിനും കൊള്ളാത്ത ഉള്ള ഒരു ജനമാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു ജനത്തെ മഹത്വത്തിന്റെ പുകഴ്ചയാക്കി ദൈവം തീർത്തു. അത് കർത്താവിന്റെ കൃപയാലാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, നാം ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു, വാഗ്ദത്തത്തിന് അന്യരായിരുന്നു. നാം ഇസ്രായേലിന്റെ ഒരു ലോസിനും നമുക്ക് അതിലൊരു സ്ഥാനവുമില്ലായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയെ കർത്താവ് എങ്ങനെ മാറ്റി, യഹൂദനെന്നില്ല, യവനനെന്നില്ല, യഹൂദനെയും ജാതികളെയും ക്രിസ്തുവിൽ ഒന്നാക്കി, ദൈവത്തെയും മനുഷ്യനെയും ഒന്നാക്കിയ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ മാത്രമല്ല, നമ്മെ അങ്ങനെ കർത്താവിനോട് ചേർത്ത് സഭയാക്കി മാറ്റി. ഇങ്ങനെ മൂന്ന് പ്രധാന കാര്യങ്ങളാണ് നാം 2-ാം അധ്യായത്തിൽ പഠിക്കുന്നത്. നമുക്ക് 9 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണെങ്കിൽ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുയേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. അതും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവർത്തികളും കാരണമല്ല. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. ഇവിടെ നാം കാണുന്നു, നാം അതിക്രമക്കാരായിരുന്നു, നാം പാപികളായിരുന്നു. പാപവും അതിക്രമവും പാപത്തിന്റെ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിട്ട് നമുക്ക് പലപ്പോഴും നാം അതിക്രമം കാണാറുണ്ട്. എന്നാൽ അതിക്രമം എന്ന് പറയുമ്പോൾ ഒരു ലോ ഉള്ളിടത്തോ ചില ചട്ടവട്ടങ്ങൾ നൽകപ്പെട്ടിരിക്കുന്ന നാം അതെല്ലാം ഭേദിച്ച് നടക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ പാപം ഏത് രീതിയിലും ലോ ഇല്ലാത്ത ആളും ദൈവഹിതമല്ലാത്തത് ചെയ്യുന്നതൊക്കെ പാപമാണെന്ന് കാണാം. അഥവാ അതിക്രമം എന്ന് പറയുമ്പോൾ സിൻ ഓഫ് കമ്മീഷനും പാപം എന്ന് പറയുമ്പോൾ സിൻ ഓഫ് ഒമിഷനുമാണെന്ന് നമുക്ക് തരംതിരിച്ച് പഠിക്കാവുന്നതാണ്. മാത്രമല്ല, നാം ഈ ലോകത്തിന്റെ കാലഗതികളിൽ അനുസരിച്ച് നടന്നു. നമുക്ക് ദൈവമില്ലാത്തവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരു താല്പര്യവുമില്ലാത്ത ഈ ജഡപ്രകാരം നാം മറ്റുള്ളവരെ പോലെ കോപത്തിന്റെ മക്കളായിരുന്നു. നമുക്ക് കിട്ടേണ്ടത് ഈ ഭാഗം നമുക്ക് വളരെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നമ്മുടെ ഹെറിറ്റേജ്, നമ്മുടെ സീഡ് എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നാം പാപത്തിനും കോപത്തിനും ഒക്കെയുള്ള ദൈവകോപത്തിന് അകപ്പെടേണ്ടവരായിരുന്നു. എന്നാൽ ദൈവകൃപയാല് നമ്മെ കർത്താവിന്റെ മക്കളാക്കി മാറ്റി കർത്താവിനോട് ചേർത്തു. എന്തിനെന്ന് ചോദിച്ചാല് നാം ദൈവപ്രവൃത്തിയിലേക്ക് വരേണ്ടതിന്, നാം സൽപ്രവൃത്തി ചെയ്യേണ്ടതിനെന്നാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോഴിവിടെ നമ്മുടെ പ്രവൃത്തികളല്ല, ദൈവത്തിന്റെ കരുണയാണ് നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിച്ചതെന്ന് കാണുന്നു. നാം ദൈവത്തിന്റെ
കരുണയാൽ നാം രക്ഷിക്കപ്പെട്ട് നമ്മെ സഭയുടെ ഭാഗമാക്കിയതായിട്ട് നാം കാണുന്നു. ഇവിടെ അതിന്റെ പർപ്പസ് എന്തെന്ന് ചോദിച്ചാൽ നമ്മളിൽ നിന്ന് സൽപ്രവർത്തികൾ ഉണ്ടാകണം. എന്താണ് സൽപ്രവർത്തി എന്ന് ചോദിച്ചാൽ ദൈവത്തിന് ഹിതം ചെയ്യുവാന്. നമുക്കറിയാം, വിശ്വാസത്താൽ അല്ലാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ, മാത്രമല്ല ആത്മാവിന്റെ ഫലങ്ങൾ ഉള്ളവരായി തീരുവാൻ, ആത്മാവിൽ നടത്തപ്പെടുവാൻ, ഇതൊക്കെയാണ് സൽപ്രവൃത്തികളായിട്ട് നമുക്ക് ദൈവവചനത്തിൽ കാണുന്നത്. നമ്മെ സൽപ്രവൃത്തിക്കായിട്ട് നമ്മെ റിഡീം ചെയ്ത്, റീഹാബിലിറ്റ് ചെയ്ത്, റെക്കൺസൈൽ ചെയ്ത് ദൈവത്തിന്റെ ഒരു നമ്മെ കുറിച്ചുള്ള പ്ലാനിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ അവസ്ഥ മരണകരമായ അവസ്ഥയായിരുന്നു, മരണത്തിന്റെ താഴ്വരയിലായിരുന്നു. ഒരു മരണ താഴ്വരയിലോ അല്ലെങ്കിൽ ശവങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു സ്ഥലത്തിൽ നിന്ന് നമുക്ക് ആത്മാവിനാൽ ദൈവത്തിൻ്റെയോട് സമമാക്കി തീർത്തു. ദൈവം നമുക്ക് ജീവൻ നൽകി നമ്മെ രക്ഷിച്ചു. ഒരു വിസ്മയകരമായ ഒരു രൂപാന്തരം, കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാത്തിലെയും ക്രിസ്തുവിന്റെ ശരീരമാക്കി മാറ്റുമ്പോൾ ഇവിടെ നമുക്ക് അവിടെയാണ് കൃപാമഹത്വത്തിന്റെ ദൈവത്തിന്റെ ഒരു പുകഴ്ചയായി നമ്മെ മാറ്റിയിരിക്കുന്നതായിട്ട് കാണുന്നത്. ഇവിടെ മരണം എന്ന് പറയുമ്പോൾ ആത്മീയ മരണമാകാം, ഭൗമിക മരണം. നമുക്കറിയാം, ആത്മീയ മരണമുണ്ട്, ഭൗമിക മരണമുണ്ട്. ആത്മീയ മരണം ദൈവത്തെ അനുസരിക്കാതെ ദൈവഹിതമില്ലാത്തത് ചെയ്യുന്ന, ദൈവത്തിൽ നിന്ന് അന്യപ്പെടുമ്പോൾ അതിനെ ആത്മീയ മരണമെന്നും, ശരീരത്തിൽ നിന്ന് നമ്മുടെ ശ്വാസം വേർപിരിയുമ്പോൾ അതിനെ ശാരീരിക മരണം എന്ന് പറയുന്ന പോലെ നാം ദൈവത്തിൽ നിന്ന് അന്യപ്പെടുന്നതിനെയാണ് നാം ആത്മീയ മരണമെന്ന് പറയുന്നത്. ഈ ലോകത്തിൽ വ്യാപരിക്കുന്ന ഇതിന്റെ കാലഗതികളെ അനുസരിച്ച് സാധാരണ നമുക്കൊരു ലക്ഷ്യമില്ലാതെ കർത്താവിലേക്ക് ചെല്ലുക, ദൈവത്തെ പോലെ ആയിത്തീരുക, കർത്താവിന്റെ ശരീരമായ സഭയോട് ചേർത്ത് പണിയപ്പെടുക എന്നുള്ള ലക്ഷ്യമില്ലാതെ ഈ ലോകത്തിലെ കാലഗതികളെ അനുസരിച്ച് ഈ ലോകത്തിലെ വ്യാപരിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടന്നു. ആ ആത്മാവിന്റെ പ്രധാന ദൗത്യം നമ്മെ വിഗ്രഹാരാധന, വ്യഭിചാരം, കൊലപാതകം, വഷളത്വം, ഇതൊക്കെയാണല്ലോ ലോകത്തിന്റെ ആത്മാവ്. അവരെല്ലാം തന്നെ ആകാശത്തിന്റെ അധികാരിയുടെ കീഴിലാണ് നമുക്ക് കാണുന്നത്. ഇവരുടെ എല്ലാം തല അല്ലെങ്കിൽ ഇവരുടെ എല്ലാം ലീഡർ പിശാചാണ്. വീണുപോയ മനുഷ്യന്റെ സന്തതി ആയതുകൊണ്ട് നമ്മിലും വ്യാപരിക്കും. നമ്മുടെ അകവും പുറവും ഒരുപോലെ അനുസരണക്കേടുള്ളതാണ്. നാം ഈ ലോകത്തിന്റെ അധിപതിക്ക് കീഴ്പ്പെട്ടവരാണ്. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കരുണ കാണിച്ചതിനാൽ നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവിൽ കണ്ട് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കാല് ദൈവം ക്രിസ്തുവിനോട് നമ്മെ സഭയോട് ചേർത്ത് നമ്മെ പണിതിരിക്കുന്നു. മാത്രവുമല്ല, ഇവിടെ അടുത്ത ഭാഗം നാം വായിക്കുമ്പോൾ നാം മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. നമ്മുടെ അടുത്ത ഒരു സീഡ് നമുക്ക് മനസ്സിലായി, കോപത്തിന്റെ ഒരു സീഡാണ് നമുക്ക്. നമ്മുടെ പ്രവൃത്തികളാൽ അല്ല നീതീകരിക്കപ്പെട്ടത്, നമ്മുടെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. നമ്മുടെ വിശ്വാസത്തിന്റെ ആധിക്യം കൊണ്ടോ ഡെപ്ത് കൊണ്ടോ ഒന്നും അല്ല. പക്ഷെ നമ്മൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു, അവന്റെ കൃപയാൽ നാം ആരെ വിശ്വസിച്ചിരിക്കുന്നു, നാം നമ്മുടെ കർത്താവിനെ വിശ്വാസം വെച്ചപ്പോൾ ആ കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു കോപത്തിന്റെ സീഡായിരുന്നു. മാത്രമല്ല, പ്രകൃതിയാൽ നാം ജാതികളുടെ ഒരു സീഡായിരുന്നു. കർത്താവ് ദൈവജനമായിട്ട് ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു. നാം അവിടെ അന്യരായിരുന്നു, പരദേശികളായിരുന്നു. നമുക്കൊരു സംബന്ധവും ദൈവജനവുമായിട്ടോ ഇല്ലായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനവും അങ്ങനെ തന്നെ ഇപ്പോൾ ക്രിസ്തുവിനെ ഏറ്റുകൊണ്ട് ആ ക്രിസ്തുവിന്റെ സഭയായി തീരുന്നില്ല എങ്കിൽ യഹൂദനും നമ്മെക്കാൾ വ്യത്യസ്തനല്ല. അവൻ പേരിന് പരിച്ഛേദനയേറ്റവരാണ്, അഗ്രചർമ്മക്കാരെന്ന് വിളിക്കപ്പെടുന്നവരാണ്, ക്രിസ്തുവിനെ കൂടാതെയുള്ളവരാണ്. നാം ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരുമാണ്. എന്നാൽ യഹൂദനോ ക്രിസ്തുവിനെ കൂടാതെയുള്ളവനാണെങ്കിൽ പൗരത്വത്തോട് സംബന്ധമുള്ളവനാണെങ്കിലും
വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യനാണ്. അപ്പോൾ യഹൂദനും ജാതിക്കും ഇപ്പോൾ ക്രിസ്തുവിലുള്ള ഒരു വീണ്ടെടുപ്പ് ആവശ്യമായിരിക്കുന്നു. അങ്ങനെയാണ് കർത്താവ് മുഖാന്തരം കർത്താവ് ഇരുപക്ഷത്തെയും യഹൂദനെയും ജാതികളെയും ഒന്നാക്കി, ക്രിസ്തുവിൽ ഒന്നാക്കി, ആ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. ഇതുവരെ അവരുടെ പ്രവൃത്തികളാൽ അവർക്ക് കർത്താവിന്റെ അടുത്തേക്ക് വരുവാൻ അവരിൽ നാം അനുസരണക്കേട്ടവനിൽ വ്യാപരിക്കുന്ന അതേ ആത്മാവ് നമ്മിലും യഹൂദനിലും വ്യാപരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിലൂടെ നമുക്ക് കർത്താവിനോട് ചേരുവാൻ സാധിക്കുന്നു. കർത്താവിന്റെ രാജ്യത്തിന്റെ പൗരന്മാരായി തീരുന്നു. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്ത നാമും ഇസ്രായേലിയരായ യഹൂദന്മാരും പൗരത്വം ഉള്ളവരും ഇന്ന് ക്രിസ്തു മൂലം ഏക ശരീരമായിട്ട് ക്രിസ്തുവിനോട് ഏകീഭവിച്ചിരിക്കുന്നു. ഇതാണ് മുൻകാലങ്ങളിൽ വെളിപ്പെടാതെ കർത്താവ് ക്രിസ്തുവിൻ മൂലം നമ്മിൽ ഓരോരുത്തരും വെളിപ്പെടുത്തി നമ്മോട് കാണിച്ച കൃപ. അതാണ് പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്ന ആ മർമ്മം നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നാക്കി ചേർക്കുക എന്നുള്ളതായിരുന്നു. ദൂരസ്ഥരായിരുന്നു നാം കർത്താവിനോട് ദൂരസ്ഥരായിരുന്നു. നമുക്കറിയാം, മുടിയൻ പുത്രന്റെ പിതാവ് പറയുന്ന പോലെ ഇവൻ മരിച്ചവനായിരുന്നു, എന്നാൽ അവൻ തിരികെ വന്നിരിക്കുന്നു. നാമും ദൈവത്തെ വിട്ട് അന്യപ്പെട്ടു പോകുമ്പോൾ കർത്താവിന്റെ പ്രവൃത്തികളോട് ദൈവത്തിന്റെ കൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോകുമ്പോൾ നാം ഒരു മരിച്ച അവസ്ഥയിലാണ്. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ വീണ്ടും കർത്താവിനോട് ചേർത്ത് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. മാത്രവുമല്ല, നമുക്ക് പ്രത്യാശയില്ലാത്തവരായിരുന്നു. നാം അടുത്ത കാര്യം കാണുന്നത് നമുക്ക് പ്രത്യാശ ഇല്ലാത്തവരായിരുന്നു. പ്രത്യാശ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മരണം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ഈ ഒരു സാധാരണ ജീവിയെ പോലെ നശിച്ചു പോകേണ്ടവരാണ്. മരണാനന്തരം ഒരു ജീവിതത്തെ കുറിച്ച് ഒരു പ്രത്യാശയില്ല. നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരായിട്ട് നാം ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ സകല മനുഷ്യർ അരിഷ്ടന്മാരാണെന്ന് ദൈവവചനം പറയുന്നു. അങ്ങനെ പ്രത്യാശയില്ലാത്ത ഒരു സീഡായ, പ്രത്യാശയില്ലാത്ത ഒരു പാരമ്പര്യമുള്ള നമ്മെ കർത്താവിന്റെ കരുണ നിമിത്തം നമുക്കൊരു കർത്താവിൽ ഒരു പ്രത്യാശ നൽകി. ഈ ലോകത്തിൽ നിന്ന് മാത്രം തീരുന്നതല്ല നമ്മുടെ ജീവിതം. ഈ ജീവിതത്തിന് അപ്പുറത്ത് നിത്യമായ ഒരു പ്രത്യാശ, ഒരു നിത്യതയുടെ പ്രത്യാശ, വിശുദ്ധരും നിഷ്കളങ്കരുമായിട്ട് മാറുമ്പോൾ നാം ദൈവസന്നിധിയില് കർത്താവിന്റെ സഹോദരങ്ങളായി, ക്രിസ്തുവിന്റെ ഭവനക്കാരായി, നാം കഴിഞ്ഞ ദിവസം പഠിച്ചതുപോലെ നമ്മെ അഡോപ്ഷന്റെ പാർട്ടായിട്ട്, നമ്മെ ക്രിസ്തുവിന്റെ പാർട്ടായി വാഗ്ദത്തങ്ങൾക്ക് അവകാശികളാക്കി തീർത്ത ദൈവത്തിന്റെ ഒരു കൃപയാണ് നാം ഇവിടെ കാണുന്നത്. അവൻ മാത്രവുമല്ല, അവൻ നമുക്ക് സമാധാനം നൽകി. അങ്ങനെ ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം ഇല്ലാതെയാക്കി നമ്മെ കർത്താവിൽ ഒന്നാക്കി സമാധാനം കൊണ്ട് നമ്മെ നിറച്ചു. നമ്മുടെ കർത്താവ് പറയുന്നത് പോലെ, ലോകം തരുന്നത് പോലെയുള്ള സമാധാനം അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം. നമുക്ക് കർത്താവിനോടുള്ള സമാധാനം. നമ്മുടെ പാപം കർത്താവിന് എതിരാണ്. എന്നാൽ അവിടെ കർത്താവ് നമ്മുടെ ശിക്ഷ ക്രിസ്തുവിന് ഏൽപ്പിച്ച് ദൈവവുമായിട്ട് നമുക്കൊരു നിരപ്പുണ്ട്. നമ്മുടെ ഹൃദയത്തിന് സമാധാനം തന്നു. ദൈവത്തോടുള്ള ഒരു സമാധാനം, ഒരു നിരപ്പ്. പാപത്തിനും കോപത്തിനും, പാപം മൂലം ദൈവകോപത്തിന് പാത്രരായിരുന്ന ഇവിടെ കർത്താവ് എന്റെ കരുണയ്ക്ക് പാത്രരാക്കി ദൈവകോപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് നമ്മെ ദൈവിക സമാധാനം കൊണ്ട് നിറച്ച് നമുക്ക് പ്രത്യാശയുണ്ട്. അത് നമുക്കൊരു സമാധാനമാണ്, ക്രിസ്തുവിലുള്ള സമാധാനം. നമ്മുടെ കരുണാപാത്രമായി മാറിയപ്പോൾ പാപത്താൽ നമുക്ക് ഉള്ള ശിക്ഷയിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകിയത് കൊണ്ട് ദൈവിക സമാധാനവും നമുക്കുണ്ട്. അങ്ങനെ ക്രൂശിന്മേൽ ദൈവത്തോടുള്ള ശത്രുത്വത്തെ, ദൈവത്തിന് നമ്മളോടുള്ള ശത്രുത്വം എന്ന് പറഞ്ഞാൽ അത് ദൈവം കരുണയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതല്ല. പാപത്തോട് ദൈവത്തിന് ഒരു ശത്രുതയുണ്ട്. നാമും
നമ്മെ ദൈവം സ്നേഹിക്കുന്ന ഒപ്പം തന്നെ ദൈവം പാപത്തെ വെറുക്കുന്നു. അങ്ങനെ ശത്രുക്കളായിരുന്നു നമ്മെ കർത്താവിന്റെ സ്നേഹം കൊണ്ട് ക്രൂശിൽ വെച്ച് കർത്താവ് ശത്രുത്വമില്ലാതാക്കി ഇരുപക്ഷത്തെയും മനുഷ്യരെയും യഹൂദനെയും മാത്രമല്ല ജാതികളെയും ക്രിസ്തുവിൽ ഒന്നാക്കി ഏക ശരീരമാക്കി തീർത്തിരിക്കുകയാണ്. ഏക ശരീരം ആയി മാറിയപ്പോൾ ഏകാത്മാവിനാല് നമ്മെ നയിക്കുന്നു. ഒരു ശരീരത്തിന് ഒരു ആത്മാവ് പകർന്നു. അങ്ങനെ നമ്മൾ രണ്ടു കൂട്ടരിലും ദൈവത്തിന്റെ ആത്മാവ്, ദൈവാത്മാവ് വ്യാപരിക്കുന്നു. ആ ദൈവാത്മാവ് മരിച്ചവരിൽ നിന്ന് ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് ദൈവം നമുക്ക് നൽകി നമ്മെ കർത്താവിന്റെ നിറവാക്കി മാറ്റിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ശരീരമായ സഭയുടെ പാർട്ടാക്കി. അത് മാത്രമല്ല ദൈവത്തിലേക്ക് നമുക്ക് പ്രവേശനം സാധ്യമായി തീർന്നു. അങ്ങനെ ദൈവത്തിലേക്ക് പ്രവേശനം സാധ്യമാകാതെ പാപം നമുക്ക് തമ്മില് ഒരു മതില് പോലെ ഒരു പ്രവേശനമില്ലാത്ത അവസ്ഥയിൽ നിന്ന് അതിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ പാപത്തിന്റെ നമ്മുടെ സെപ്പറേഷന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞിട്ട് കർത്താവിനോട് ഐക്യപ്പെടുത്തിയപ്പോൾ ദൈവമായി നമുക്ക് സമാധാനം ഉണ്ടായി. അങ്ങനെ നമ്മെ ദൂരസ്ഥരായിരുന്ന നമ്മെ ക്രിസ്തുവിലുള്ള സമാധാനം മൂലം ദൈവത്തോട് നിരപ്പിച്ചു. ആയതുകൊണ്ട് നാം ഇപ്പോൾ അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമാക്കി മാറ്റി. നാം കഴിഞ്ഞ ആഴ്ച പഠിച്ചതുപോലെ നമ്മുടെ അഡോപ്ഷൻ മൂലം നമുക്കൊരു പുതിയ ഭവനം ദൈവം തന്നു. നാം ഇപ്പോൾ വിശുദ്ധന്മാരുടെ ദൈവത്തിന്റെ ഭവനക്കാരാണ്. നമ്മുടെ റിലേഷൻഷിപ്പ് അഡോപ്ഷനിലൂടെ മാറ്റി. നാം ഇപ്പോൾ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാണ്, ദൈവത്തിന്റെ പുത്രന്മാരാണ്. നമ്മുടെ വിശുദ്ധരോട് നമുക്ക് സഹവർത്തിത്വം തന്നു. മാത്രമല്ല നാം വാഗ്ദത്തങ്ങൾക്ക് അവകാശികളായി തീർന്നു. നമ്മുടെ അവകാശം മാറ്റി, നമ്മുടെ റിലേഷൻഷിപ്പ് മാറ്റി, നമ്മുടെ ഐഡന്റിറ്റി നമ്മളെ വിശുദ്ധരെന്ന് വിളിക്കുവാൻ തുടങ്ങി. കോപത്തിന് പാത്രരായിരുന്നു നമ്മെ കരുണാപാത്രങ്ങളാക്കി മാറ്റി. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരിൽ നമ്മെ ജീവനിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കർത്താവിന്റെ ആ മുൻനിർണയ പ്രകാരം നമ്മെ കർത്താവിൽ തിരഞ്ഞെടുക്കുകയും നമ്മെ അഡോപ്റ്റ് ചെയ്ത് ഈ പറയുന്ന ദൈവിക നന്മകൾക്കെല്ലാം നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്തു. അവനിൽ നിങ്ങളും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. അങ്ങനെ ഒരു ഒരേ ആത്മാവ് നമ്മിൽ വ്യാപരിക്കുന്നത് കൊണ്ട് നാം എല്ലാവരും കർത്താവിൽ ഒരേ പണിയായി, ക്രിസ്തുവിന്റെ ഒരേ പണിയായി, ഒരേ ഭവനമായി, ഒരേ മന്ദിരമായി, യുക്തമായി ഒരു സഭയില് ആത്മീയ നന്മകൾ കൊണ്ട് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും കൊണ്ട് നമ്മെ നിറച്ച് നമ്മെ കർത്താവിന് അനുരൂപരാക്കി ദൈവം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗവാക്കുകളാണ് നാം ഓരോരുത്തരും. അങ്ങനെ ഒരു വലിയ അവകാശത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഇതൊന്നും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, കർത്താവിന്റെ ശുദ്ധ കൃപയും കർത്താവിന്റെ കരുണയുമാണ്. ഇതെല്ലാം ക്രിസ്തുവിലൂടെ സാധ്യമാക്കി ക്രിസ്തുവിൽ നമ്മെ വളർത്തേണ്ടത് ഒന്നാക്കി തീർത്തു. അങ്ങനെ നമുക്ക് ക്രിസ്തു മൂലം നമ്മിൽ ഒരു വലിയ പ്രവർത്തികളെ ചെയ്ത് ദൈവം ഒരു വലിയ പ്രത്യാശ തന്ന്, സമാധാനം തന്ന്, ലോകത്തിൽ മാത്രമല്ല നിത്യമായ ഒരു പ്രത്യാശ തന്ന് ദൈവം നമ്മെ ഒന്നിച്ച് പണിതു വരുന്ന ദൈവത്തിന്റെ വലിയ ദയക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രത്യാശയെ നാം എത്രത്തോളം നമ്മുടെ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവിനെ ദൈവം നമ്മിൽ പകരുമ്പോൾ നമ്മുടെ കർത്താവിനെ കുറിച്ച്, ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച്, നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ നാളുകളിൽ അതിനായിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടട്ടെ. നമ്മുടെ വിളികളിലുള്ള ആശ ഇന്നതെന്ന് ദൈവം നമുക്ക് മനസ്സിലാക്കി തരട്ടെ. മാത്രവുമല്ല, നമ്മൾ സൽപ്രവർത്തിക്കായി വിളിച്ചിരിക്കുന്നു. ഏത് നേരത്തും എവിടെയായിരുന്നാലും നമ്മെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന സൽപ്രവൃത്തി ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാക്കി ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടവരുത്തട്ടെ. അതിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്തോത്രം.